ശിവേട്ടാ, ഹരിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അവൻ പാവം, ആരും കാണാൻ പോലും ചെല്ലാതെ അനാഥരെ പോലെ കിടക്കുക ലോക്കപ്പില്. എടി നാണം കെട്ട് പുറത്തിറങ്ങി മനുഷ്യരെ കാണാൻ പറ്റൂ. ഓ, എന്നാ നാണക്കേടാ ഈ പീഡന കേസ് എന്ന് പറയുന്നത്? ലോകത്തെ ആദ്യത്തെ സംഭവമാണോ? എവിടെയെല്ലാം നടക്കുന്നു? 6 പീഡനം നടക്കുമ്പോഴാ അതിൽ ഒരെണ്ണം കേസാവുന്നേ. പത്രം വായിച്ചു നോക്കിയാലേ പീഡനമില്ലാത്ത ദിവസമുണ്ടോ? ഹരിയെ രക്ഷിക്കണേ ശിവേട്ട, അവന് നമ്മളല്ലാതെ വേറെ ആരുമില്ല. എന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോടി, നിന്റെ നോട്ടപശ കൊണ്ടല്ലേ? ആ രോഗി കൂട്ടിക്കൊണ്ടു പോയതാ, അവന്റെ കൂടെ കൂടിയതാ. ഈ എല്ലാ കുഴപ്പത്തിനും കാരണം ശിവേട്ടൻ. സ്റ്റേഷനിലോട്ട് പോയി ഹരിയെ കാണണേ, ഇപ്പൊ തന്നെ പൊയ്ക്കോ. അവനൊരു ആശ്വാസം ആവട്ടെ. എന്നതൊക്കെ പറഞ്ഞാലും നമ്മുടെ മകനല്ലേ ശിവേട്ട. ഇപ്പൊ തന്നെ പോണ ഞാൻ. ഒട്ടും വൈകിക്കണ്ട, അവൻ അവിടെ വിഷമിച്ചിരിക്കുവല്ലേ. വീട്ടിൽ നിന്ന് ആരെയും കാണാണ്ട് ശിവേട്ടൻ ചെല്ല്. അമ്മ പറയുന്ന കേട്ട് അച്ഛൻ വെറുതെ പൊട്ടം കളിക്കല്ലേ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല. അവരെ ലോക്കപ്പിലിട്ടിരിക്കുന്ന കാണാം. ഇന്ന് അവരെ കോടതി ഹാജരാക്കും. വക്കീലിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. കൊന്നിച്ചു പോകാടാ. ഞാൻ വരത്തില്ല അച്ഛാ. അച്ഛൻ തനിയെ പോയാൽ മതി. അച്ഛൻ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ഇല്ലല്ലോ, അതുകൊണ്ട് വായിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. അമ്മ പറഞ്ഞു തരുന്നതാണോ സത്യം, അതോ ഞാൻ പറയുന്നതാണോ സത്യം? ഇപ്പൊ വായിച്ചിട്ട് അറിയാം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ പത്രക്കാർ എഴുതി വിടുന്ന എല്ലാം സത്യമാണെന്ന് ആരാ പറഞ്ഞത്? അവര് പടച്ചു വിടുന്നതെല്ലാം പകുതിയും നുണയാണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത. നീ വേണ്ടി പോരുത്. വിസിറ്റേഴ്സ് രണ്ടുപേരും ഒരേ സമയം അലൗഡ് അല്ല. പാലട്ടാ, എന്നാ ഞാൻ ഇറങ്ങും. അഡ്വക്കേറ്റിനെ കൂട്ടി കോടതിയിലോട്ടൊന്ന് പോകണം. ബാക്കി വിവരങ്ങൾ ഞാൻ ഇവിടെ വരുമ്പോ പറയാം. ശരി. എന്റെ ഫോൺ കൊണ്ടു. ഇല്ല, പുറത്ത് കിടക്കുന്ന ഒരു വിവരവും നീ എന്നെ അറിയിക്കരുത് ഗോവർദ്ധനോട് പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ്, അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ അങ്ങനെ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയും. ഫോണില്ല, പത്രമില്ല, ടിവി ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. ഞാനുണ്ടല്ലോ അച്ഛന്. അതുപോലെ അച്ഛൻ എന്താ അറിയേണ്ടത്? എന്നോട് ചോദിച്ചോ. ഈ രോഹിത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ്ടേ? ഞാൻ പറയാം. അവരെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലോട്ട് രാത്രി കൊണ്ടുവന്നു. പിന്നെയും വേറെ എവിടേക്കോ കൊണ്ടുപോയി. ഇന്ന് തീർച്ചയായിട്ടും കോടതിയിൽ ഹാജരാക്കും. വക്കീലിനെ വെച്ചു. അച്ഛൻ ഇവിടെ കിടന്നുകൊണ്ട് ഒന്നിലും തലയിടണ്ട. ജാമ്യം കിട്ടത്തില്ലെന്ന് അച്ഛനും അറിയാം, സകലർക്കും അറിയാം. സബ് ജയിലിൽ പോകുന്ന 4 പേരും. അച്ഛനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പോക്സോ കേസാക്കാൻ വേണ്ടി ഒരു വഴിക്ക് ശ്രമം നടക്കുന്നുണ്ട്. നമ്മളിപ്പോ തൽക്കാലം അതോർത്ത് വിഷമിക്കണ്ട അച്ഛ. നീതി നടക്കട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം വേണ്ട സമയത്ത് ചെയ്യാം. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും ഒരു നിവൃത്തിയില്ലല്ലോ. വേറെ 3 പേരും കൂടി ഉണ്ടല്ലോ കൂട്ടിന്. അവരുടെ അവസ്ഥ തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ ഭീകരാവസ്ഥയിലും ഒരു പെൺകുട്ടിയുണ്ട് ഒറ്റയ്ക്ക്. അതും കൂടി ഓർക്കണം. സ്വന്തം മോളെ പോലെ ഒന്ന് ചിന്തിക്കണം. അപ്പൊ സമാധാനം കിട്ടും. ആ പെൺകുട്ടി ഹോസ്പിറ്റലാ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്തിന്? എന്നെ പോലെയല്ലേ അച്ഛ അവളും. എനിക്കന്നൊരു കത്രിക കിട്ടിയതുകൊണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവൾക്കത് കിട്ടിയില്ല. അല്ലെങ്കിൽ ബുദ്ധി തോന്നിയില്ല. അത്രയുള്ള വ്യത്യാസം. ഞാൻ തന്നെ അവള്. അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കാൻ തോന്നിയെങ്കിൽ അവളെ ആശ്വസിപ്പിക്കാൻ തോന്നണം. ശത്രുപക്ഷത്ത് കാണരുത്. അച്ഛൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആശ്വസിക്കാൻ വേണ്ടിയാ. നമ്മുടെ എല്ലാ വർഷവും കാണണ്ടേ. ഹലോ ശിവേട്ടാ, എടാ ഞാൻ കൊല്ലപ്പള്ളി. രാജീവ് നീ പോരും. എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല. ട്രൈ ചെയ്തോണ്ടിരിക്കുക. കിട്ടിയാല് വിത്തിൻ 5 hours. ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എവിടെ തുടങ്ങണം, ആരെ കാണണം എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. മനു ഇല്ല ഇവിടെ. അവനെയും കൂട്ടി പോലീസ് സ്റ്റേഷൻ പോയിരുന്നില്ലേ? മനു പറയുന്നത് ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നാ. മനു പറയുന്നതാണോ അവസാന വാക്ക്? ജാമ്യത്തിന് എടുക്കാൻ പറ്റത്തില്ലേ? അതൊന്നും നടക്കത്തില്ല. ഞാൻ 2-3 വക്കീലന്മാരെ വിളിച്ച് സംസാരിച്ചു. ജാമ്യം കിട്ടത്തില്ലെന്ന് അവരും പറയുന്നേ. പോലീസിനെ സ്വാധീനിക്കാൻ പറ്റത്തില്ലേ? സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് നോക്കായിരുന്നല്ലോ. ഇത് അങ്ങനത്തെ കേസല്ലല്ലോടാ രാജീവേ. വല്ല പെറ്റി കേസോ അടിപിടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ സ്റ്റേഷനിൽ ജാമ്യം കിട്ടുന്ന മാതിരിയുള്ള വകുപ്പുകൾ എന്തെങ്കിലും എഴുതി ചേർത്താൽ മതിയായിരുന്നു. ഇത് പീഡനമല്ലേ? ഇതിലെ ഹോസ്പിറ്റലിൽ കിടക്കും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണം. എല്ലാം കൊളാക്കിയില്ലേ? നമുക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യടാ. പത്രങ്ങളെല്ലാം ഇത് തന്നെയാ മെയിൻ വാർത്ത. ടിവിയിലും ഇത് തന്നെ. ശിവേട്ടൻ ടെൻഷൻ ആയിട്ടൊരു കാര്യമില്ല. ഞാൻ കൊണ്ട് വരാം. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഇല്ല, ഞാൻ അവനെ കാണാൻ പോയി. അതിൽ ചെന്ന് മദ്ദളത്തിനോട് പരാതി പറഞ്ഞിട്ട് എന്നാ കാര്യം? അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തമിഴ് പേര് അലീനെ അവളെ പോലീസ് വിളിച്ചോണ്ട് പോയിട്ട് അവളെ ആരെയൊക്കെയോ സ്വാധീനിച്ച് പുഷ്പം പോലെ ഇറങ്ങിപ്പോ. അത്ര പോലും പിടിപാടില്ല നമുക്ക്. ശിവേട്ടൻ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്തോട്ടെ. മനു സമ്മതിക്കുന്നില്ലെന്നേ. അവനോടുണ്ടോ? ഒന്ന് കൊടുത്തേ. മനു ഇങ്ങനെ രാജീവ. ഹലോ കൊച്ചാ. എടാ മോനെ, ഈ ശിവേട്ടൻ പറയുന്നല്ലോ അലീനയ്ക്ക് എന്തോ പിടിപാടുണ്ടെന്ന്. അങ്ങനെ ആരെങ്കിലും സ്വാധീനിക്കാൻ അവൾക്ക് കഴിയുന്നെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാൻ നോക്കത്തില്ല അവള്. അതെ, രോഹി ഹരിയും എല്ലാം നമ്മുടെ പിള്ളേരാണല്ലോ. എന്റെ കൊച്ചാ, അലീന എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അലീന പോലും അറിയുന്ന രേവതിക്കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാ. ആരാ രേവതിക്കുട്ടി? അതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരാരും ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒരു ചിന്ത പോലും വേണം. അലീനെ പറ്റി അവർക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ട് ഇടപെട്ടെന്നേ ഉള്ളൂ. നീ പറഞ്ഞ കേൾക്കത്തില്ല. കൊച്ചാ നടക്കുന്ന കാര്യമില്ല പറ. നിങ്ങളൊക്കെ എന്നതാ ഈ വിചാരിച്ച് വെച്ചേക്കുന്നേ? എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. നീ ശിവേട്ട ഫോൺ കൊടുക്കും. എത്രയും പെട്ടെന്ന് വാ. എത്തുമ്പോ വിളിച്ചാൽ മതി. ഞാൻ നെടുമ്പാശ്ശേരിയിലേക്ക് വരാം. നോക്കാം. എന്താ പറയട്ടാ? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാനല്ലേ ഉള്ളൂ എല്ലായിടത്തോടെ. എടോ, ഒരു പത്രം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തന്നെ കൊണ്ട് പറ്റിയില്ല. എന്റെ ഫോൺ വാങ്ങിച്ചോണ്ട് തരാൻ പറഞ്ഞിട്ട് അതും പറ്റിയില്ല. ഇപ്പം ബാലട്ടൻ എന്നാ വേണ്ടേ? ഞാനാണ് വക്കീലിന്റെ അടുത്ത് പോയിട്ട് വരുവാ. അഡ്വക്കേറ്റ് എന്ത് പറഞ്ഞു? കേസ് അയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് ചന്ദ്രാസ് അല്ലേ? അതെ. താൻ അവരെ കണ്ടോ? ആരെ പറയട്ടാ? എടോ, താൻ സ്റ്റേഷനിൽ പോയില്ലേ? രോഗിയൊക്കെ ലോക്കപ്പിലല്ലേ? അവരുടെ കാര്യമാണ് ചോദിച്ചത്. അവരെ കാണാൻ നിവർത്തിയില്ല ബാലട്ട. പോലീസ് സമ്മതിക്കത്തില്ല. കൊല്ലപ്പള്ളിയിൽ നിന്ന് ആരും വന്നില്ലേ? ശിവേട്ടനോ മനു ആരെങ്കിലും? അവരാരും അവിടെ കണ്ടില്ല. ഞാൻ പോലീസ് സ്റ്റേഷൻ നിൽക്കുമല്ലോ. വക്കീലിന്റെ അടുത്ത് പോയി, വീട്ടിൽ പോയി, ബാങ്കിൽ പോയി. ജാമ്യം കിട്ടത്തില്ല എന്ന് ഉറപ്പാണല്ലോ. ജാമ്യം പ്രതീക്ഷിക്കേണ്ടതാ പറഞ്ഞു. എന്തായാലും കോടതി റിമാൻഡ് ചെയ്യും. എനിക്ക് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറയണം. അങ്ങനെയൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ബാലട്ട. ബാലട്ടൻ ട്രീറ്റ്മെന്റ് ഇല്ല. എന്നാ ട്രീറ്റ്മെന്റ്? വെറുതെ കിടത്തേക്കുവാ. വല്ലപ്പോഴും ഒരു ഗുളിക തരും. എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥതയില്ല. ആരൊക്കെയോ വാതിലോ നെത്തി ചിരിക്കുന്നു. ഇവിടുത്തെ നഴ്സുമാർക്ക് എന്നെ കാണുമ്പോൾ മുമ്പ് നോക്കുന്ന നോട്ടൊന്നുമല്ല. അതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഡോക്ടറെ പറയാൻ ബാലട്ട. എടോ, എനിക്ക് ഇവിടെ കിടക്കുന്നേക്കാൾ ആശ്വാസം എനിക്ക് വീട്ടിൽ പോയി കിടക്കുന്നതാ. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു അനാഥനെ പോലെ
വീട്ടിൽ ചെന്നാലും സ്വസ്ഥത കിട്ടത്തില്ല ബാലേട്ടാ. ഇത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇങ്ങോട്ടാരും കയറി വരത്തില്ലല്ലോ. വീട്ടിൽ ചെന്നാലേ സന്ദർശകരെ കാണേണ്ടി വരും. അവരാരും ബാലേട്ടന്റെ സുഖവിവരം അന്വേഷിക്കാൻ വരുന്നവരായിരിക്കത്തില്ല. മകൻ എന്നാ പറ്റി, അവനത് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. പുറമേ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര്. ഇങ്ങനെയൊക്കെ പറയും. അവരൊക്കെ ആശ്വസിപ്പിക്കാനല്ല വരുന്നത്, രസിക്കാൻ വരുന്നവരാ. എനിക്കറിയാം വീട്ടിലോട്ട് ആരെയും കേറ്റാതിരുന്ന പോലും. ഇന്ന് ഉച്ച കഴിയുമ്പോ കോടതിയിലിട്ട് കൊണ്ടുവരുന്നാ കേട്ടത്. ഞാൻ കോടതി പോയാ വരാൻ വൈകും. താൻ ഡോക്ടറോടൊന്ന് പറഞ്ഞിട്ട് പോ. ശരി, പറയാം. വാതിൽ തുറക്ക്. അവന്മാരെ ഇവിടെ ഇറങ്ങ്. ഇത് തന്നെയുള്ള സ്ഥലം. അതെ. നിങ്ങൾ എങ്ങനെയാ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത്? ബൈക്കിലും കാറിലും. ആരൊക്കെ ബൈക്കിൽ വന്നു, ആരൊക്കെ കാറിൽ വന്നു? ഞാനും ശരണയും കാറിലാ വന്നേ. അവള് നിന്റെ കൂടെ കാറിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ബൈക്കിലും കാറിലും പല സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഏതെങ്കിലും വീട്ടിലോ ഹോട്ടലിലോ റിസോർട്ടിലോ സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. അവള് സ്വമനസാലെ കൂടെ വരുമായിരുന്നോ, അതോ നീ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കള്ളം പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും കൂടെ കൊണ്ടുവരുമായിരുന്നു? എന്റെ കൂടെ വരാൻ അവർക്ക് ഇഷ്ടമായിരുന്നു സർ. ഇവിടെ വരുന്നതിന് മുമ്പ് നീ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സർ. അവള് സമ്മതിക്കാത്തതുകൊണ്ടോ അതോ നിനക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ? എന്താ നിന്റെ വായിൽ നാക്കല്ലേ? അവള് സമ്മതിക്കാത്തതുകൊണ്ട് സർ. അപ്പൊ മുമ്പും നീ അവളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിന്റെ കഥകളിയൊന്നും പോരാ, മര്യാദയ്ക്ക് വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞോ. അവളോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ എവിടൊക്കെ പോയി, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു എന്നെല്ലാം അവള് തത്ത പറയുന്ന പോലെ പറഞ്ഞു തരും. സർ, ഞാൻ അവളെ എന്റെ കൂടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ട്. അവൾക്ക് നിന്നോട് പ്രേമമായിരുന്നോ അതോ വെറും ടൈം പാസ് ആയിരുന്നു? പ്രേമായിരുന്നു. കല്യാണം കഴിക്കാന്ന് നീ അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഓ സർ, വാക്ക് കൊടുത്തിരുന്നു. എന്ന് നീ കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് കാറി കയറ്റി ആൾ താമസമല്ല ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അല്ല? നീയും അവളുമാണോ ആദ്യം ഇവിടെ എത്തിയത്, അതോ നിന്റെ കൂട്ടുകാരോ? അവര് മൂന്നുപേരും നേരത്തെ എത്തി സർ. ആരുടെ കയ്യിലായിരുന്നു വീടിന്റെ താക്കോൽ? സനീഷിന്റെ കൈ. ഇവരെങ്ങനെ എത്തിച്ചേർന്നത്? റോഹിത്തിന് ബൈക്ക് ഉണ്ടായിരുന്നു, അതിലാണ് അവൻ വന്നത്. നരനും സനീഷും വേറെ ബൈക്കിൽ വന്നു. ബാക്കി അകത്തോട്ട് കയറിയിട്ട് വിസ്തരിക്കാവിടെ. നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ വന്ന ആ പെണ്ണിനെ നീ നിന്റെ കൂട്ടുകാർ കൂടി ഇഷ്ടപ്പെടുന്ന നല്ലടാ പാട്ടി. കോടതി വളപ്പിൽ ഒരു 500 പേരെങ്കിലും ഇടിച്ചു കയറും. നമ്മളവിടെ ഇടയിൽ എങ്ങനെ ചെന്നപ്പോ ഉറുമ്പിനെ പോലെ ഞെരടി കളയവര്. നമുക്ക് വാശി കേട്ടാ പേടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കുടുംബത്തിൽ 2 പിള്ളേരാ